ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിതയാണ്. ഞാൻ ഇന്നൊരു ചൊരങ്ങ കറി വയ്ക്കുന്നത് കാണിക്കാനാണ്. ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അതിന് മൂക്കാത്തൊരു ചൊരങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് നഖം വെച്ചിട്ടൊന്ന് അമർത്തി നോക്കുമ്പോൾ അറിയാം. പിളന്താണെങ്കിൽ അതിൻ്റെ തോല് എൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് ആണ്ട് പോകും. എന്നിട്ട് അത് നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. മൂത്താണെങ്കിലും തരക്കേടില്ല കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല വയ്ക്കാൻ. അതിൻ്റെ തോല് നമ്മളൊന്ന് ചെത്തിയിട്ട് എടുക്കണമെന്ന് മാത്രം. ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റിയൊരു കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വയ്ക്കുന്നതാണ്. നൈസായിട്ട് ഇങ്ങനെ നമ്മളങ്ങോട്ട് അരിഞ്ഞ് എടുക്കുക. ചോപ്പിംഗ് ബോർഡിലിട്ട് അരിഞ്ഞെടുത്താലും മതി. സവാളയും പച്ചമുളകും കറിവേപ്പില ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് വെക്കുന്നൊരു കറിയാണ്. എല്ലാവർക്കും അറിയുന്നൊരു കറിയൊക്കെ ആയിരിക്കും, എന്നാലും ഞാൻ വയ്ക്കുമ്പോഴൊന്ന് കാണിക്കാനേ ഉള്ളൂ. അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ട്, ഈ ചൊരങ്ങ തന്നെ അറിയാത്തവരുണ്ട്. ഇതെന്ത് കായ ഉണ്ടാക്കാൻ പറ്റുമോ, എങ്ങനെ വയ്ക്കണമെന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എനിക്കതൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയണത്. അപ്പം ഞാൻ എന്താ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അരിഞ്ഞ സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത്തിരി ഉപ്പും ചേർത്ത് ഇളക്കി നമ്മുടെ ചുരങ്ങയും കൂടെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് തല്ലിപ്പൊത്തി വേവിക്കുന്നു. അത്രയേ ഉള്ളൂ, എളുപ്പമാണ്. പറയുമ്പോൾ സ്പീഡിലങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക. അപ്പം ഈ ചുരങ്ങയിലേക്ക് ഉപ്പ് ഇട്ട് ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഈ ഉള്ളിയൊക്കെ വെച്ചതിലോട്ട് തന്നെ അങ്ങ് ലേശം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ചുരക്കയിട്ട് ഇളക്കുമ്പോൾ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ്. നന്നായിട്ട് അതങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച്, ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. കൂടുതലായിട്ട് കറി വേണം എന്നുള്ളവർക്ക് അതിൽ വെള്ളം ചേർത്ത് വേവിക്കാം, അല്ലെങ്കിൽ രണ്ടാം പാൽ ചേർത്ത് വേവിച്ചതിന് ശേഷം മൂന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷെ ഞങ്ങൾ 4 പേർക്കല്ലേ മതിയല്ലോ, അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലൊന്നുമല്ല, ഇങ്ങനെ ആവിയിൽ തന്നെ അങ്ങ് വേവിച്ചെടുക്കുകയാണേ നല്ലോണം. എന്നിട്ട് ഞാൻ അതാണ്ട് തേങ്ങ തിരുമ്മിയെടുക്കുന്നുണ്ട്, തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ടേ. തിരുമ്മിയെടുത്ത തേങ്ങയിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം അടിച്ചിട്ട് ഒറ്റ പാൽ മാത്രമേ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പാലെടുത്തിട്ടില്ല. ഒരു ഗ്ലാസ് അടിച്ച് ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞിട്ടുള്ളൂ. നല്ലോണം അങ്ങോട്ട് അരച്ച് പിഴിഞ്ഞെടുത്തേക്കുക. അത് നമ്മളിടയ്ക്ക് 2-3 പ്രാവശ്യം ഞാൻ തുടർന്ന് ഇളക്കിയായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അങ്ങ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. ഒഴിച്ച് തീ അങ്ങ് ഓഫ് ചെയ്യും. ആ ചൂട് മതി, ആ ചൂടിൽ മതി. തിളച്ചാൽ തേങ്ങാപ്പാലിന് രുചി ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങനെ ഒഴിച്ച് ചൂടോടുകൂടി ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മളിതങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഒരു പാത്രപ്പാകം വെന്തറാകാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കുറച്ച് നേരം അടച്ച് വയ്ക്കും. ഞാൻ മീൻകറി എല്ലാം വെച്ചിട്ട് പോയതാണ്. ഉച്ചയ്ക്ക് വന്നിട്ട് ഈ ഒരു കറിയും കൂടെ വെച്ചിട്ട് ചോറിനാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നതാണ്. മുളക് അരച്ചൊരു മീൻ കറിയും മീൻ വറുത്തതുമാണ് കേട്ടോ. പേതൽ മീൻ കറിയാണ്, കഷ്ണം മീൻ. ആ കറി ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് തേങ്ങാപ്പാൽ ഒഴിച്ച കറിക്ക്. അപ്പോൾ എനിക്ക് ചോറ് നേരത്തെ വിളമ്പി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ ഇങ്ങനെ സ്റ്റാൻഡിൽ എടുക്കുകയാണിതേ തന്നെ ആയതുകൊണ്ട്. അപ്പം അതിൻ്റെ സൈഡിലേക്ക് ഇതാ ഞാൻ കറി വിളമ്പുകയാണ്. ഇനി മുളക് അരച്ച കറിയും കൂടെ എടുത്ത് വെച്ച് മീൻ വറുത്തതും കൂടെ എടുത്ത് വെച്ചിട്ട് വേണം എനിക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ. തന്നെ ആയതുകൊണ്ട് രസമൊന്നുമില്ല ഉണ്ണാൻ. ഞാനിതാ അടിസലൊരു മീൻ കറി കിട്ടും. ഞാൻ രാവിലെ വെച്ചത്, അപ്പം പുളിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പറയണ്ടല്ലോ, ഞാൻ തേങ്ങാപ്പാലിൻ്റെ കൂടെയൊക്കെ എരിവുള്ള മീൻ കറി കൂട്ടുമ്പോൾ രുചിയാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഞാനിത് പറയണ്ടല്ലോ. അപ്പോൾ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.